നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു യാദൃശ്ചിക സംഭവമല്ല. നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോ കാണാൻ തോന്നിയതും ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ വന്നതും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദൈവിക ഇടപെടലായിരിക്കാം. കാരണം ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ എന്തുകൊണ്ടും മറുപടി വരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് മാറ്റം വരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാകും. പക്ഷെ ആത്മീയമായി പറയുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അവഗണിക്കില്ല. ഒരുപാട് സമയങ്ങളിൽ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കില്ല. പക്ഷേ ചില സൂചനകളിലൂടെ, ചില സന്ദേശങ്ങളിലൂടെ, ചില അനുഭവങ്ങളിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു ചെറിയ ദൈവ സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ 3 വ്യത്യസ്ത ശ്രീകൃഷ്ണ ചിത്രങ്ങൾ കാണാനാണ് കഴിയുന്നത്. ഓരോ കൃഷ്ണ ചിത്രത്തിനും പിന്നിൽ ഒരു പ്രത്യേക ആത്മീയ സന്ദേശമുണ്ട്. ചിലർക്കിത് ഭാഗ്യത്തിന്റെ തുടക്കമായിരിക്കും, ചിലർക്കിത് പ്രാർത്ഥന നിറവേറുന്ന ഒരു സൂചനയായിരിക്കും, ചിലർക്കിത് ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ അടയാളമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിനെ കുറച്ച് ശാന്തമാക്കുക. വീഡിയോ കാണുമ്പോൾ കുറച്ചു നിമിഷം ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. ശ്രീകൃഷ്ണന്റെ മനോഹരമായ രൂപം നിങ്ങളുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ കണ്ണുകൾ അടച്ച് ചിന്തിക്കുക. അതിനുശേഷം മനസ്സിൽ ശാന്തമായിട്ട് ഈ മന്ത്രം പറയുക: ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാനോട് ഏറ്റവും ശക്തമായ പ്രാർത്ഥനകളിൽ ഒന്നാണ്. ഇത് 3 പ്രാവശ്യം മനസ്സിൽ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന 3 ശ്രീകൃഷ്ണ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. 1, 2, 3 എന്നീ നമ്പേഴ്സ് ഇട്ടുകൊണ്ട് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 3 ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ചിത്രം ഏതാണോ ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ചിന്തിച്ച് തിരഞ്ഞെടുക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചിത്രം ഏതാണോ, അല്ലെങ്കിൽ ആദ്യം അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ചിത്രം ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മുടെ അന്തരാത്മാവ് ദൈവത്തിന്റെ സൂചനകൾ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ആ ഒരു ചിത്രം ഏതാണോ അതാണ് നിങ്ങളുടെ ദൈവ സന്ദേശം. ഈ ഒരു രീതിയിൽ തന്നെ എല്ലാവരും ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഏത് നമ്പർ ശ്രീകൃഷ്ണന്റെ ചിത്രമാണോ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഇത്തരം ആത്മീയ സന്ദേശങ്ങളും ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളും ദൈവ അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 1-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ നമസ്കാരം. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ലെന്ന് ആത്മീയമായിട്ട് പറയാൻ കഴിയും. കാരണം പലപ്പോഴും നമ്മൾ ഒരു ദൈവചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന ഒരു ആകർഷണമാണ്. അത് നമ്മുടെ അന്തരാത്മാവ് സ്വീകരിക്കുന്ന ദൈവത്തിന്റെ ഒരു സൂചനയായിരിക്കും. 1-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ സാധാരണയായി വളരെ സ്നേഹമുള്ള ഹൃദയമുള്ളവരാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായ മനസ്സ് നിങ്ങളിൽ കൂടുതലായിരിക്കും. പക്ഷേ അതേസമയം ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നത് ഒരു ചെറിയ വിഷമമാണ്. എന്തുകൊണ്ടാണ് ഞാൻ നല്ലത് മാത്രം ചിന്തിക്കുമ്പോഴും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്? ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. പലപ്പോഴും നിങ്ങൾ ഒരുപാട് ആളുകൾക്കായിട്ട് നല്ലത് ചെയ്തിട്ടും തിരിച്ചു ലഭിക്കുന്നത് അവഗണനയായിരിക്കാം. അതുകൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിൽ ചെറിയൊരു വേദനയുണ്ടാകാം. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നീ ചെയ്ത ഒരു നല്ല കാര്യവും എന്നോട് നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമായി തിരിച്ചു വരാൻ പോകുന്നു. 1-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒരു മാറ്റത്തിന്റെ കാലഘട്ടം അടുത്തിരിക്കുന്നു. കുറെ നാളുകളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ടാകാം. അത് ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാകാം, സാമ്പത്തിക പ്രശ്നമാകാം, കുടുംബ പ്രശ്നമാകാം, അല്ലെങ്കിൽ മനസ്സിലെ ഒരു വലിയ ആഗ്രഹമാകാം. ഈ കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം.
ചിലപ്പോഴൊക്കെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആത്മീയമായി പറയുമ്പോൾ ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാൻ ഒരു ശരിയായ സമയം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അത് അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വാർത്ത വളരെ പെട്ടെന്ന് എത്താൻ സാധ്യതയുണ്ട്. 1-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവർക്കുള്ള ഒരു വലിയ അനുഗ്രഹം എന്താണെന്ന് അറിയാമോ? ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണം. അതായത് നിങ്ങൾ പല അപകടങ്ങളിൽ നിന്നും വളരെ ചെറിയ വ്യത്യാസത്തിൽ രക്ഷപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചില സമയങ്ങളിൽ ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അത് സംഭവിക്കാതെ പോയിട്ടുണ്ടാകാം. ഇത് പലപ്പോഴും ദൈവ സംരക്ഷണത്തിന്റെ ലക്ഷണങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യമായ സംരക്ഷണമായി ഉണ്ടെന്ന് പറയാം. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ സെൻസിറ്റീവ് ഹൃദയമുള്ളവരാണ്. മറ്റുള്ളവരുടെ വേദന നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലാകും. അതുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പോലും നിങ്ങളെ വിഷമിപ്പിക്കാം. ഇത് ഒരു ദോഷമല്ല, ഇത് ഒരു ദൈവിക ഗുണം തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്തരത്തിലുള്ള ഹൃദയമുള്ളവരെ വളരെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നുവെന്ന് ആത്മീയ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം തുടങ്ങാൻ പോവുകയാണ്. ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷയുണ്ടാകും. പിന്നീട് നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യം അല്പമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്ക് അടുത്ത 1 മുതൽ 3 മാസത്തിനുള്ളിൽ ഒരു നല്ല മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെറിയ ഒരു ആത്മീയ പരിഹാരമുണ്ട്. നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാനായിട്ട് ഈ ഒരു ആത്മീയ പ്രവൃത്തി ചെയ്യാം. വ്യാഴാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഒരു ചെറിയ ദീപം തെളിയിക്കുക. ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം മുന്നിൽ വെച്ച് ഈ മന്ത്രം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രം 11 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യം ജപിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളുടെ ഭാഗ്യവാതിൽ തുറക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ വീട്ടിൽ ഒരു തുളസി ചെടി വയ്ക്കുക. തുളസി ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ദിവസവും ഒരു തുളസിയിലയെടുത്ത് ശ്രീകൃഷ്ണ ഭഗവാനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരും. 1-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാനെ തിരഞ്ഞെടുക്കുന്നവർ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ വഴിയിലേക്ക് കടക്കുകയാണ്. കുറെ നാളായിട്ട് നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ അല്പാൽപമായിട്ട് മാറാൻ തുടങ്ങും. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം കൊണ്ടുവരാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥന തുടരുക. കാരണം ദൈവം ഒരിക്കലും വൈകില്ല. ഭഗവാൻ ശരിയായ സമയത്ത് മാത്രം അനുഗ്രഹം നൽകും. നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 2-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ നമസ്കാരം. ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒരു യാദൃശ്ചികമായ തിരഞ്ഞെടുപ്പ് മാത്രമല്ല എന്ന് ആത്മീയമായി പറയാം. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരു ദൈവചിത്രം അത്ര ശക്തമായി ആകർഷിക്കുന്നത് അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവിക സന്ദേശം കൊണ്ടാണ്. 2-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി വളരെ ആഴമുള്ള ഹൃദയമുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് സ്നേഹവും ബന്ധങ്ങളും ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സന്തോഷം പോലും വിട്ടുകൊടുക്കുന്നവരായിരിക്കും. പക്ഷേ ഇതിന്റെ ഫലമായി ചില സമയങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിൽ വലിയൊരു വിഷമമുണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ഒരാളെ വളരെ വിശ്വസിച്ചിട്ടും അവിടെ നിന്നൊരു നിരാശ അനുഭവിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളുമായി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാകാം. ഇത്തരം അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അല്പം വേദനിപ്പിച്ചിരിക്കാം. പക്ഷേ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രധാന സന്ദേശമുണ്ട്. നിന്റെ ഹൃദയം ശുദ്ധമാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് സന്തോഷം നൽകും. 2-ാം നമ്പർ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ സാധാരണയായി ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് ബന്ധങ്ങളും സ്നേഹങ്ങളും സംബന്ധിച്ച കാര്യങ്ങളിലാണ്. കുറെ നാളായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടാകാം. ആഗ്രഹം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഒരു ബന്ധം വീണ്ടും ശരിയാകണം, ഒരു തെറ്റിദ്ധാരണ മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വ്യക്തി കടന്നു വരണം. ശ്രീകൃഷ്ണ ഭഗവാൻ നൽകുന്ന സൂചനയനുസരിച്ച് ഇത്തരത്തിൽ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഏറെ നാളായിട്ട് സംസാരിക്കാത്ത ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി കടന്നു വരാം. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നവരായിരിക്കും.
രണ്ടാം നമ്പർ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് മനുഷ്യരുടെ ഹൃദയം മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. പലപ്പോഴും ഒരു വ്യക്തി എന്താണ് അനുഭവിക്കുന്നത് എന്നത് അവൻ അല്ലെങ്കിൽ അവൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് സാധാരണ കഴിവല്ല, ഇത് ഒരു ആത്മീയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക ആളുകൾ വളരെ ശക്തമായി ബന്ധപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടാകാം. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തത ലഭിക്കുന്നില്ലെന്ന് തോന്നാം. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ ഈ അവസ്ഥ വളരെയധികം നീളില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വ്യക്തമായ വഴി തുറക്കാൻ പോവുകയാണ്. രണ്ടാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായി ഒരു നല്ല വാർത്ത പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു വരാനുള്ള സമയം അടുത്തിരിക്കുന്നു. കുറെ നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന മനസ്സിലെ ഭാരവും വിഷമവും അല്പാൽപമായിട്ട് മാറാൻ തുടങ്ങും. പ്രത്യേകിച്ച് അടുത്ത 2 മുതൽ 4 മാസത്തിനുള്ളിൽ ഒരു സന്തോഷകരമായിട്ടുള്ള സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ആത്മീയ പ്രവൃത്തി ചെയ്യാം. വെള്ളിയാഴ്ച ദിവസം ഭഗവാന്റെ ചിത്രം മുന്നിൽ വെച്ച് ഒരു നെയ്ദീപം തെളിയിക്കുക. ശേഷം ശാന്തമായി ഈ മന്ത്രം ജപിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ മന്ത്രം 11 പ്രാവശ്യം ജപിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ സഹായിക്കും. കഴിയുമെങ്കിൽ ഒരു ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോവുക. അവിടെ ഒരു ചെറിയ വെണ്ണ അല്ലെങ്കിൽ പഴം സമർപ്പിക്കുക. ഇത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വേഗത്തിൽ വരാൻ സഹായിക്കും. രണ്ടാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക. നിങ്ങൾ അനുഭവിച്ചിരുന്ന മനസ്സിലെ വിഷമങ്ങൾ ശാശ്വതമായ ഒന്നല്ല. അത് ഒരു പരീക്ഷണം മാത്രമാണ്. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം നൽകാൻ തയ്യാറാവുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥന തുടരുക. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷം വൈകിയാലും നിശ്ചയം എത്തും. ഭഗവാന്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭഗവാന്റെ രണ്ടാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. മൂന്നാം നമ്പർ ശ്രീകൃഷ്ണ ചിത്രം തിരഞ്ഞെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ നമസ്കാരം. നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നത് ഒരു സാധാരണമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് മാത്രമല്ല എന്ന് ആത്മീയമായി പറയാം. കാരണം മൂന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണയായി ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ഒരു വലിയ ചിന്തയും ആശങ്കയും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം വൈകി സംഭവിക്കുന്നത്? ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് കാര്യങ്ങൾ ഉടനെ നടക്കാറില്ല? ഇത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അല്പം വിഷമിപ്പിച്ചിരിക്കാം. പക്ഷെ ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നിനക്ക് വൈകി എന്ന് തോന്നുന്നത് എൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. മൂന്നാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവരുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒരു പ്രത്യേക സമയത്താണ്. അതുവരെ നിങ്ങൾ അനുഭവിക്കുന്നത് പരീക്ഷണങ്ങളായിരിക്കും. പക്ഷെ ആ പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ വളരെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമയമാണ് അടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു അവസരം വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കുള്ള ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ദൈവത്തിന്റെ അദൃശ്യ സംരക്ഷണം വളരെ ശക്തമായി ഉണ്ടാകാം. ചിലപ്പോൾ ഒരു വലിയ പ്രശ്നം വരാൻ പോകുമ്പോൾ അത് അവസാന നിമിഷം മാറിപ്പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തെറ്റായ തീരുമാനം അവസാന നിമിഷം മാറ്റിയിട്ടുണ്ടാകാം. ഇത് സാധാരണ സംഭവമല്ല. ഇത് പലപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ സംരക്ഷണത്തിന്റെ അടയാളമാണ്. മൂന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ സാധാരണമായി വളരെ ആന്തരിക ശക്തിയുള്ളവരാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ശാന്തമായ ആളായി തോന്നാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വളരെ വലിയ ധൈര്യം ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ജീവിതത്തിലെ എത്ര പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരാണ്. ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ ഒരു പ്രത്യേക ശക്തിയാണ്. മൂന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുക്കുന്നവർക്കായി ഒരു വലിയ സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു. ഇത് ഒരുപക്ഷെ ഒരു പുതിയ ജോലിയായിരിക്കാം, ഒരു പുതിയ അവസരമായിരിക്കാം,
ഒരു പുതിയ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ ഭാഗ്യമായിരിക്കാം. ഇത് സംഭവിക്കാൻ കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ. പ്രത്യേകിച്ച് അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭിക്കാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ആത്മീയ പ്രവൃത്തി ചെയ്യാം. ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ ഒരു മഞ്ഞപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശേഷം ഈ മന്ത്രം ജപിക്കുക: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിലെത്താൻ സഹായിക്കും. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഒരു ദിവസം ആവശ്യമുള്ള ഒരാൾക്ക് ചെറിയൊരു സഹായം അല്ലെങ്കിൽ ചെറിയൊരു ദാനം ചെയ്യുക. അത് ഭക്ഷണം കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയുന്നതുമാകാം. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ശ്രീകൃഷ്ണ ഭഗവാനെ വളരെ സന്തോഷിപ്പിക്കുന്നവയാണ്. 3-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുന്നവർ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക: നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും യാദൃശ്ചികമല്ല. ഭഗവാൻ നിങ്ങളെ ഒരു വലിയ വഴിയിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, പ്രാർത്ഥന തുടരുക. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ദിവസം വലിയ സന്തോഷം ഉറപ്പായും എത്തും. ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 3-ാം നമ്പർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.